ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ലെസൺ സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? കോമ്പിനേഷൻ റിയാക്ഷൻ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ വീഡിയോസ് കാണാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ പോയി കാണുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഡീകമ്പോസ് ചെയ്യുക. അപ്പൊ ഡീകമ്പോസിഷനിൽ എന്താ നടക്കുന്നത്? നമ്മൾ ഒരു സിംഗിൾ റിയാക്ടന്റ് എടുക്കും, ഒരൊറ്റ റിയാക്ടന്റ് എടുക്കും. ആ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് കിട്ടും? 2 or more, ഓക്കെ, രണ്ടോ അതിൽ കൂടുതലോ സിംപ്ലർ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. അതിനെയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ മെയിൻലി 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് തെർമൽ ഡീകമ്പോസിഷൻ, രണ്ടാമത്തതാണ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ, അവസാനം വരുന്നതാണ് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. അപ്പോൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ എന്ത് നോക്കും? എന്താണ് തെർമൽ, എന്താണ് ഇലക്ട്രോലിറ്റിക്, എന്താണ് ഫോട്ടോലിറ്റിക് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസും പഠിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ തെർമൽ ഡീകമ്പോസിഷൻ, അപ്പൊ അതിന്റെ പേരിൽ തന്നെയുണ്ട് തെർമൽ. ഓക്കെ, തെർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹീറ്റ്. ഓക്കെ, ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു റിയാക്ഷൻ ആണ് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഹീറ്റിന്റെ പ്രസൻസിൽ നടക്കുന്നതാണെങ്കിൽ, അതായത് നമ്മളൊരു സിമ്പിൾ ഒരു റിയാക്ടന്റ് എടുത്തു, ആ റിയാക്ടന്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നുള്ളത് വിളിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെയിൻ ആയിട്ട് 3 എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഡീകമ്പോസിഷൻ ഓഫ് ഫെറസ് സൾഫേറ്റ്. ഓക്കെ, ഡീകമ്പോസിഷൻ ഓഫ് ഫെറസ് സൾഫേറ്റ്. അപ്പൊ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിന്റെ കളർ എന്താണെന്നറിയോ? ഫെറസ് സൾഫേറ്റിന്റെ കളറാണ് പെയിൽ ഗ്രീൻ കളർ. ഓക്കെ, എന്താ കളർ? ഇതാണ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റലിന്റെ കളർ. പെയിൽ ഗ്രീൻ കളറാണ് ഫെറസ് സൾഫേറ്റ്. ഈ പെയിൽ ഗ്രീൻ കളറുള്ള ഫെറസ് സൾഫേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിയാക്ഷനിൽ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ എന്ത് ചെയ്യും? ഹീറ്റിനെ അബ്സോർബ് ചെയ്തു. അപ്പൊ നമുക്ക് 2 ഒബ്സർവേഷൻസ് ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ റിയാക്ഷൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ PYQ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൽ പ്രീവിയസ് ഇയർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും അലോങ് വിത്ത് ദ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറുള്ള ഫെറസ് സൾഫേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന 2 ഒബ്സർവേഷൻസിൽ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഗ്രീൻ കളർ ഓഫ് ദ ഫെറസ് സൾഫേറ്റ് ചേഞ്ചസ് ടു ബ്രൗൺ കളർ. ഓക്കെ, ഫസ്റ്റ് ഒബ്സർവേഷൻ എന്താ? ഗ്രീൻ കളർ ഓഫ് ദ ഫെറസ് സൾഫേറ്റ് എന്ത് കളറായിട്ട് മാറി? ബ്രൗൺ കളറായിട്ട് മാറി. സെക്കൻഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ഇവിടെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഗ്യാസിന് എന്ത് സ്മെല്ലുണ്ട്? ഓർഡർ ഓഫ് ബേണിംഗ് സൾഫർ ഓർ സ്മെൽ ഓഫ് ബേണിംഗ് സൾഫറിന്റെ സ്മെല്ലുണ്ട്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ 2 ഒബ്സർവേഷൻസ് നമുക്ക് കണ്ടു. പെയിൽ ഗ്രീൻ കളറുള്ള ഫെറസ് സൾഫേറ്റ് ബ്രൗൺ കളറായിട്ട് മാറി. ആൻഡ് ഓൾസോ ദർ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഓഫ് ബേണിംഗ് സൾഫർ. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ട് അവിടെ ഒരു ബ്രൗൺ കളർ ഫോം ചെയ്തു, അതുപോലെ തന്നെ എന്തുകൊണ്ട് അവിടെ ബേണിംഗ് സൾഫറിന്റെ സ്മെല്ലുണ്ടായി. ഓക്കെ, അപ്പോഴ് ബ്രൗൺ കളർ എന്തുകൊണ്ട് ഫോം ചെയ്തു എന്ന് വെച്ചാൽ ഈ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റലിനെ നമ്മൾ ഹീറ്റ് ചെയ്തപ്പം അതെന്തായി മാറി?
ഫെറിക് ഓക്സൈഡ് ആയി മാറി. ആരായി മാറി? ഫെറിക് ഓക്സൈഡ്. ഫോർമുല is Fe2O3. ഓക്കെ, ഇതാണ് ഫെറിക് ഓക്സൈഡിന്റെ ഫോർമുല. ഇപ്പൊ ഫെറസ് സൾഫേറ്റിനെ ഹീറ്റ് ചെയ്തേരം അത് ഫെറിക് ഓക്സൈഡ് ആയി മാറി. അങ്ങനെ ഫെറിക് ഓക്സൈഡ് ആയി മാറിയത് കൊണ്ടാണ് അതിന് എന്ത് കളർ കിട്ടിയത്? ബ്രൗൺ കളറായിട്ട് ചേഞ്ച് ആയത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്തായിരുന്നു നമ്മൾ കണ്ടത്? there is a smell of burning sulfur, അല്ലെ? കത്തുന്ന സൾഫറിന്റെ സ്മെല്ല് ഉണ്ടായി എന്ന് പറഞ്ഞു. ആ സ്മെല്ല് എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് രണ്ട് പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്, SO2ഉം അതുപോലെ തന്നെ SO3യും. ഓക്കെ, ഇവര് രണ്ടാൾക്കാരും എന്താണ്? ഗ്യാസസ് ആണ്. ഇവർ ഇവോൾവ് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പൊ SO2 എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ഓക്സിജൻ ഉള്ളതുകൊണ്ട് അതിനെ ഡൈ എന്ന് വിളിക്കുക. അപ്പൊ സൾഫർ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ SO3 മൂന്ന് ഓക്സിജൻ ഉണ്ട് അല്ലെ, സൾഫർ ട്രൈ ഓക്സൈഡും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ രണ്ട് ഗ്യാസസ് ഏതൊക്കെയാ? സൾഫർ ഡൈ ഓക്സൈഡും സൾഫർ ട്രൈ ഓക്സൈഡ് ഗ്യാസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്തുണ്ടായത്? ഒരു ബേണിംഗ് സൾഫറിന്റെ സ്മെല്ല് നമുക്ക് ഇവിടെ കിട്ടിയത്. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ഈ ഒരു റിയാക്ഷൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മെയിൻ ആയിട്ട് ഈ റിയാക്ഷനിൽ പഠിക്കേണ്ടത് എന്താണ് ഒബ്സർവേഷൻ, എന്തുകൊണ്ട് ആ ഒരു ഒബ്സർവേഷൻ നമുക്ക് കിട്ടുന്നു, അത് മാത്രമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുക. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒന്നാണ് കെമിക്കൽ റിയാക്ഷൻ എഴുതി പഠിക്കുക എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇത് നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിന്റെ വേറൊരു പേരാണ് ലൈം സ്റ്റോൺ എന്ന് പറയും. ഈ മാർബിള് അതുപോലെ തന്നെ നമ്മളെ എഗ് ഷെല്ലിലൊക്കെ കാണുന്ന ഒരു കോമ്പൗണ്ട് ആണ് ആര് എന്ന് പറയുന്നത്? കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ലൈം സ്റ്റോൺ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റിന് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് കാൽഷ്യം ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും. അതിൽ ഈ കാൽഷ്യം ഓക്സൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷനിൽ പഠിച്ചതാണ്. ആരാണിത്? ക്യുക്ലൈം അല്ലേ? അപ്പൊ ഈ കാൽഷ്യം ഓക്സൈഡിന്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് ഇസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ്. സിമെന്റ് മാനുഫാക്ചറിംഗിൽ യൂസ് ചെയ്യുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ആര് എന്ന് പറയുന്നത്? കാൽഷ്യം ഓക്സൈഡ്. ക്ലിയർ ആണോ? അപ്പൊ കാൽഷ്യം കാർബണേറ്റിന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും. അതിൽ കാൽഷ്യം ഓക്സൈഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സിമെന്റ് മാനുഫാക്ചറിംഗിൽ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് റിയാക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ്. ലെഡ് നൈട്രേറ്റിന്റെ ഡീകമ്പോസിഷൻ. അപ്പൊ ഈ ലെഡ് നൈട്രേറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളർ സാൾട്ട് ആണ്. ഓക്കെ, ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസ്. ഈ ലെഡ് നൈട്രേറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളർ സാൾട്ട് ആണ്. ഈ വൈറ്റ് കളർ സാൾട്ടിനെ ഹീറ്റ് ചെയ്യുമ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം അടിയിൽ ഒരു യെല്ലോ കളർ സാൾട്ട് നമുക്ക് കിട്ടും. അതേപോലെ ഒബ്സർവേഷൻ ആണ്. അപ്പൊ ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്തേരം എന്തായി? വൈറ്റ് കളർ ഉള്ളത് മാറിയിട്ട് അത് യെല്ലോ കളറായിട്ട് ഫോം ചെയ്തു. അതേപോലെ ഒരു ബ്രൗൺ ഫ്യൂംസ് അവിടെ എമിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയി. ഓക്കെ, ബ്രൗൺ ഫ്യൂംസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. വൈറ്റ് കളർ എന്തായി മാറി? യെല്ലോ കളർ ആയിട്ട് മാറി. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്യാസും കൂടെ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്സിജൻ ഗ്യാസും ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 3 ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ട് അവിടെ കളർ ചേഞ്ച് ഉണ്ടായി, വൈറ്റ് കളർ എന്തുകൊണ്ട് യെല്ലോ കളർ ആയിട്ട് മാറി എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ, വൈറ്റ് കളറുള്ള ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലെഡ് നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്തു. ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലെഡ് ഓക്സൈഡ് അല്ലെങ്കിൽ ലെഡ് മോണോക്സൈഡ് എന്നും പറയും. ഓക്കെ,
ഈ ലെഡ് ഓക്സൈഡിന്റെ കളർ എന്താണ്? യെല്ലോ കളറാണ് കേട്ടോ. ലെഡ് ഓക്സൈഡിന്റെ കളറാണ് യെല്ലോ കളർ. ഓക്കെ, അപ്പൊ യെല്ലോ കളർ എന്തുകൊണ്ട് ഫോം ചെയ്തു? ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ലെഡ് ഓക്സൈഡ്. അതേപോലെ എന്താണ്? ബ്രൗൺ ഫ്യൂംസ് നമുക്ക് കിട്ടിയല്ലേ, ഇവിടെ കാണാം അല്ലെ, ബ്രൗൺ ഫ്യൂംസ് പോകുന്നത് നമുക്ക് കാണാം. ആ ബ്രൗൺ ഫ്യൂംസ് എന്താണ്? നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസസ് ഇവോൾവ്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് കിട്ടിയത്? ഒരു ബ്രൗൺ ഫ്യൂംസ് കിട്ടിയത്. അതേപോലെ ഇവോൾവ് ചെയ്തു പോയ ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ. അപ്പൊ ലെഡ് നൈട്രേറ്റ് ഒരു സിംഗിൾ റിയാക്ടന്റ് ആണ്. അത് ഡീകമ്പോസ് ചെയ്തിട്ട് കിട്ടിയ പ്രൊഡക്ട്സ് ഏതൊക്കെയായിരുന്നു? ലെഡ് ഓക്സൈഡ് കിട്ടി, നൈട്രജൻ ഡയോക്സൈഡ് കിട്ടി, അതേപോലെ ഓക്സിജൻ ഗ്യാസും കിട്ടി. നൈട്രജൻ ഡയോക്സൈഡ് ഉള്ളത് കൊണ്ടാണ് ബ്രൗൺ ഫ്യൂംസ് കിട്ടിയത്. യെല്ലോ കളറായിട്ട് മാറാനുള്ള റീസൺ എന്തുകൊണ്ടാ? ലെഡ് ഓക്സൈഡ് അവിടെ ഫോം ചെയ്തത് കൊണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ ഈ 3 റിയാക്ഷൻസ് ആണ് നിങ്ങൾക്ക് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളെ ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ് ഇത് എന്നുള്ളത്. അപ്പൊ ഇലക്ട്രോലിറ്റിക് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിന്റെ പ്രസൻസിൽ ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതില് നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടറിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു ബീക്കർ ഇവിടെ എടുക്കുന്നുണ്ട്, ഇത് കാണാം അല്ലെ. ഈ ഡയഗ്രാം കണ്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആവണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ഏതാണെന്നുള്ളത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നതിനനുസരിച്ച് ആ ഒരു പോയിന്റ്സ് മാത്രം ഒന്ന് എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ഇതില് നമ്മളൊരു ബീക്കർ എടുത്തു, ആ ബീക്കറിൽ വാട്ടർ നമ്മൾ ആഡ് ചെയ്തു. അതേപോലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, along with the water നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ആസിഡ്, ഏതെങ്കിലും ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചോളൂ ട്ടാ, എന്തുകൊണ്ട് നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്നു? ഓക്കെ, ആസിഡ് നമ്മൾ എന്തിനാ ആഡ് ചെയ്യുന്നത്? വാട്ടറിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാൻ. ഓക്കെ, ഇത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാട്ടർ വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് H2SO4 to make it conductive, അല്ലെങ്കിൽ to increase the conductivity of water. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മൾ 2 ഇലക്ട്രോഡ്സ് എടുത്തിട്ടുണ്ട്. ആ ഇലക്ട്രോഡ്സിലേക്ക് ടെസ്റ്റ് ട്യൂബ് ഇൻവേർട്ടഡ് ആയിട്ട് ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോഡ്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് പോസിറ്റീവും നെഗറ്റീവും, അതായത് കാത്തോഡും ഉണ്ട് ആനോഡും ഉണ്ട് അല്ലെ. അപ്പൊ കാത്തോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിനെയാണ് പഠിച്ചു വെക്കുക കേട്ടാ. കാത്തോഡ് എന്ന് പറയുന്നത് ആരാണ്? നെഗറ്റീവ് ഇലക്ട്രോഡിനെ കാത്തോഡും പോസിറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്നും വിളിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏത് ഗ്യാസ് ആണ് കാത്തോഡിൽ കളക്ട് ചെയ്തിട്ടുള്ളത്? ഏത് ഗ്യാസ് ആണ് ആനോഡിൽ കളക്ട് ചെയ്തിട്ടുള്ളത്? ഓക്കെ, കാത്തോഡില് നമ്മൾ കളക്ട് ചെയ്യുന്ന ഗ്യാസ് ആണ് ആര്? ഹൈഡ്രോജൻ ഗ്യാസ്. പഠിച്ചു വെക്കണേ. ആനോഡില് നമ്മൾ കളക്ട് ചെയ്യുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ ഗ്യാസ്. അപ്പൊ 2 ടൈപ്സ് ഓഫ് ഗ്യാസ് നമ്മൾ കളക്ട് ചെയ്തു. കാത്തോഡിൽ നമുക്ക് ഹൈഡ്രോജൻ ഗ്യാസ് കിട്ടി, ആനോഡിൽ നമുക്ക് ഓക്സിജൻ ഗ്യാസും കിട്ടി. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വോളിയം റേഷ്യോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, എന്താ? ഹൈഡ്രജൻ ഗ്യാസിന്റെ വോളിയം കുറച്ച് കൂടുതലാണല്ലേ, ഓക്സിജന്റെ വോളിയം കുറച്ച് കുറവുമാണല്ലേ. അപ്പം ഏത് ഗ്യാസ് ആണ് ഹൈ വോളിയത്തില് അല്ലെങ്കിൽ ലാർജർ വോളിയത്തിൽ കളക്ട് ചെയ്തത്? അപ്പൊ വോളിയം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് എപ്പോഴും കൂടുതൽ. എത്ര കൂടുതലാ? വോളിയം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത്
ട്വൈസ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഗ്യാസ് ആണ്, 2 മടങ്ങ് കൂടുതലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് H2SO4 ഓർ ഡയല്യൂട്ട് ആസിഡ് ആഡ് ചെയ്യുന്നു? വാട്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ. കാത്തോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്, ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. കാത്തോഡിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുന്നു, ആനോഡിൽ നമുക്ക് ഓക്സിജൻ ഗ്യാസ് കിട്ടുന്നു. ഹൈഡ്രജന്റെ വോളിയം എന്ന് പറയുന്നത് 2 മടങ്ങ് കൂടുതലാണ് ഓക്സിജനെക്കാളിലും. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടറിൽ പഠിച്ചു വെക്കേണ്ടത്. അതേപോലെ പഠിക്കേണ്ട ഒന്നാണ് ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ എന്താണ്. അപ്പൊ നമ്മൾ ആരെ എടുത്തു? ഇതൊന്ന് എഴുതി വെക്കണം കേട്ടോ. വാട്ടർ എടുത്തു. ആ വാട്ടർ ഡീകമ്പോസ് ചെയ്തു. ഡീകമ്പോസ് ചെയ്തേരം നമുക്ക് എന്ത് കിട്ടി? ഹൈഡ്രജൻ ഗ്യാസും കിട്ടി, ഓക്സിജൻ ഗ്യാസും കിട്ടി. അപ്പൊ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2H2 gives 2H2O gives 2H2 plus O2 കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, 2 ഹൈഡ്രജന് എത്ര ഓക്സിജൻ? ഒരു ഓക്സിജൻ. 2:1 റേഷ്യോയിലാണല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് ഹൈഡ്രജന്റെ വോളിയം എന്ന് പറയുന്നത് ട്വൈസ് ദാറ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്ര വരാം? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, അപ്പൊ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുന്നുണ്ട്, ഓക്സിജൻ ഗ്യാസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ്, ലൈക്ക് എങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ആണോ അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക? വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ എക്സാം. കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ഹൈഡ്രജൻ ആൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ഓക്സിജൻ. വെരി സിമ്പിൾ ആണ്. ഹൈഡ്രജന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബേണിംഗ് ക്യാൻഡിലോ അല്ലെങ്കിൽ ബേണിംഗ് മാച്ച് സ്റ്റിക്കോ നമ്മൾ കളക്ട് ചെയ്ത ഹൈഡ്രജൻ ഗ്യാസിന്റെ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിലേക്ക് വെക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഓക്കെ, ഇതാ put a lightened splint into the test tube of hydrogen, you will hear a QC pop. അതായത് പോപ്പ് സൗണ്ടിൽ ബേൺ ചെയ്യുന്ന ഗ്യാസ് ആണ് എന്ത്? ഹൈഡ്രജൻ എന്ന് പറയുന്നതും. ഓക്സിജൻ ആണെങ്കിൽ എന്താ? ഈ ഒരു ഗ്ലോ ചെയ്ത് നിൽക്കുന്ന നമ്മളെ മാച്ച് സ്റ്റിക്കോ കാൻഡിലോ എന്തായിക്കോട്ടെ, അതിന്റെ ഫ്ലേസ് അപ്പ് എന്ന് വെച്ചാൽ ആളിക്കത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ ആണല്ലോ? ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ ഫ്ലെയിം പോപ്പ് സൗണ്ടിൽ ബേൺ ചെയ്യും. ഓക്സിജൻ ഗ്യാസ് ആണെങ്കിലോ നമ്മളെ ഫ്ലെയിം വിൽ ഫ്ലെയേഴ്സ് അപ്പ്, അതായത് ആളിക്കത്താൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ എന്ത് കൺഫേം ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് ആണോ അതോ ഓക്സിജൻ ഗ്യാസ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. കൺഫർമേറ്ററി ടെസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഇത്രയുമാണ് നിങ്ങൾ എന്ത് പഠിക്കേണ്ടത്? ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണെന്നും അതിന്റെ എക്സാമ്പിൾ എന്താണെന്നും അതിന് മെയിൻ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പോകുന്നത് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്താണ്. ഓക്കെ, അപ്പൊ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് വെച്ചാല് ഞാൻ പറയാം, ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ലൈറ്റ് വേണം അല്ലേ? അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഫോട്ടോലിറ്റിക് എന്ന് വെച്ചാല് ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ടേക്കിംഗ് place in presence of light. അതാണ് photolytic decomposition reaction. ഓക്കെ, അതില് ഈ ഫോട്ടോലിറ്റിക്കില് നമുക്ക് 2 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. സിൽവർ ക്ലോറൈഡിന്റെ ഡീകമ്പോസിഷനും സിൽവർ ബ്രോമൈഡിന്റെ ഡീകമ്പോസിഷനും. ഓക്കെ ആണല്ലോ? അതിൽ ഫസ്റ്റ് സിൽവർ ക്ലോറൈഡിന്റെ ഡീകമ്പോസിഷൻ നോക്കാം. അപ്പൊ ഈ സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളേർഡ് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഒരു വൈറ്റ് കളറുള്ള കോമ്പൗണ്ട് ആണ് സിൽവർ ക്ലോറൈഡ്. ഈ സിൽവർ ക്ലോറൈഡിന് നമ്മൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ കുറച്ച് ടൈം എക്സ്പോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ വൈറ്റ് കളറുള്ള സിൽവർ ക്ലോറൈഡ് എന്തായി മാറും? ഗ്രേ കളർ ആയിട്ട് മാറും. ഓക്കെ, വൈറ്റ് കളറുള്ള സിൽവർ ക്ലോറൈഡ് ചേഞ്ചസ് ടു ഗ്രേ. എന്തുകൊണ്ട് അങ്ങനെ ഗ്രേ ആവുന്നത്? ഈ AgCl സൺലൈറ്റ് അബ്സോർബ് ചെയ്യും. ഓക്കെ, ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അവിടെ ഡീകമ്പോസിഷൻ നടക്കും. ഡീകമ്പോസിഷൻ നടന്നിട്ട് നമുക്ക് സിൽവറും ക്ലോറിനും കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ സിൽവർ കിട്ടുന്നത് കൊണ്ടാണ്, സിൽവറിന് ഒരു ഗ്രേഷ് കളർ ആണല്ലേ,
അപ്പൊ ഇവിടെ സിൽവർ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഗ്രേ കളർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ വൈറ്റ് കളർ ഗ്രേ കളർ ആയിട്ട് ചേഞ്ച് ആവുന്ന റീസൺ എന്താ? വൈറ്റ് കളറുള്ള AgCl എന്തായി മാറി? സിൽവർ ആയി മാറി, Ag ആയി മാറി. ആ സിൽവർ ആയി മാറിയത് കൊണ്ടാണ് ഇവിടെ ഗ്രേ കളർ നമുക്ക് കിട്ടുന്നത്. ക്ലോറിൻ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. ഇറ്റ് വിൽ ബി ഇവോൾവ്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ്. ഓക്കെ, ഇതിന്റെയും കളറും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കണം. സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്നത് ലൈറ്റ് യെല്ലോ കളർ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇതിനെയും നമ്മൾ സൺലൈറ്റിൽ വെക്കുന്ന സമയത്ത് സെയിം ഒബ്സർവേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ്? യെല്ലോ കളർ ഉള്ളത് ഗ്രേ കളറായി ചേഞ്ച് ആകും. ഗ്രേ കളർ എന്തുകൊണ്ട് ഫോം ചെയ്യുന്നു? സിൽവർ അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ഡീകമ്പോസ് ചെയ്ത് സിൽവർ ബ്രോമൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് സിൽവറും ബ്രോമിൻ ഗ്യാസും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബ്രോമിൻ ഗ്യാസ് ആണ്, അത് ഇവോൾവ് ചെയ്ത് പുറത്തേക്ക് പോകും. ഇത് സിൽവർ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഗ്രേ കളർ കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മളിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്ത രണ്ട് റിയാക്ഷൻസ്, അതായത് ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡും സിൽവർ ക്ലോറൈഡും, ഈ രണ്ട് റിയാക്ഷൻസ് ഓൾഡർ ഡേയ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രഫിയിൽ യൂസ് ചെയ്തതാണ്. ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. ചോദിക്കൂട്ട, നെയിം ദ റിയാക്ഷൻ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രഫി. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രഫിയിൽ യൂസ് ചെയ്ത രണ്ട് റിയാക്ഷൻ ആണ് decomposition of silver bromide, decomposition of silver chloride in presence of light. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ റിയാക്ഷൻസും തെർമൽ ആയിക്കോട്ടെ, ഇലക്ട്രോലിറ്റിക് ആയിക്കോട്ടെ, ഫോട്ടോലിറ്റിക് ആയിക്കോട്ടെ, എങ്ങനെയാ നടന്നത്? ആ സോഴ്സ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തല്ലേ. ഒന്ന് ഹീറ്റ് ചെയ്തു, കറണ്ട് പാസ് ചെയ്തു, ലൈറ്റ് പാസ് ചെയ്തു, അന്നേരമാണ് ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നത് അല്ലേ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക. ഓക്കെ, ഹീറ്റിനെ എടുത്തിട്ട് അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോതെർമിക്. എന്താ വിളിക്കുക? എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, എൻഡോതെർമിക്, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻഡോതെർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോം ഓഫ് എനർജി അബ്സോർബ് ചെയ്തിട്ട് നമ്മളെ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ട് എന്തായാലും സോൾവ് ചെയ്തതായിരിക്കും. ആദ്യമായിട്ട് ഞാൻ ഒരിക്കലും കൂടെ പറയുന്നു, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, മറക്കാണ്ട്. That's all for today's class. Thank you so much for watching my video.